ഒരിക്കൽ ഒരു കുട്ടിയെ ദത്തെടുത്ത ഒരപ്പനും അമ്മയും അവരെന്നെ ബാംഗ്ലൂർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ ഞങ്ങളെ ഒന്ന് കാണണം, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം, ഞങ്ങളുടെ കുഞ്ഞ് ഭയങ്കര വയലൻ്റാണ്. ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറയുന്നതൊന്നും അവന് മനസ്സിലാകുന്നില്ല. എത്രയോ കള്ളന്മാരും കൊള്ളിവെപ്പുകാരും വലിയ പ്രശ്നക്കാരുമായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെന്നറിയോ. ഒരിക്കലും ഭാര്യയെ എടുത്ത് കിണറ്റിലിട്ട് ഒരു മനുഷ്യനോട് വന്നു. ഭാര്യയെ പൊക്കിയെടുത്ത് കിണറ്റിലേക്ക് ഇട്ട്. കിണറ്റിൽ പോകുമെന്ന് കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്ത് കാലെ പിടിച്ച് നേരെ തിരിച്ചിട്ട്. ആ പള്ളിയിലെ അച്ഛൻ ഒരു എഴുത്ത് കൊടുത്ത് വിട്ടിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ. ഈ വ്യക്തി വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാത്രിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ലെറ്ററിനകത്ത് ഇവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് അമ്മയോട് ചോദിച്ചു. ഉടനെ പറഞ്ഞു, രാത്രിയിൽ വരുമ്പോൾ അവൻ കട്ടിലെടുത്ത് നിലത്തടിക്കുന്നു, ഒരു കട്ടിൽ ഒറ്റയ്ക്കെടുത്ത് നിലത്ത് മറിക്കുന്നു. അതുപോലെ അമ്മ ആരാണ് പെങ്ങളാരാണെന്ന് പറയും. അമ്മയൊക്കെ എന്തെങ്കിലും കറങ്ങി അടിക്കുന്ന സമയത്ത് അമ്മയൊക്കെ തെറിച്ചങ്ങ് പോവുകയാണ്. അമ്മ വള്ളി പോലെ ഇരിക്കുക, തെറിച്ച് പോവുകയാണ്. ഭിത്തിക്കിട്ടിയെന്ന് ഒരു ദിവസം അടിച്ചു. ഭാര്യയൊക്കെ വന്നാൽ ഉടനെ ഒറ്റയട്ടി കൊടുത്ത ബോധം കിട്ടി താഴെ പോവുകയാണ്. പിള്ളേർ കിടന്നാൽ ഒരൊറ്റ തൊഴിയാണ്. അങ്ങനെ പുള്ളി വന്നാൽ ഉടനെ വയലൻ്റ് ആകുകയാണ്. അപ്പോൾ ഇത് വികാരി അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ ഒരു ലെറ്റർ കൊടുത്ത് എൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി. എന്താണ്? പ്രിയമുള്ളവരെ, ആര് പിടിച്ചാലും ഒതുങ്ങുകയില്ലാത്ത ഏതോ അശുദ്ധാത്മാവ് കൂടിയിരിക്കുന്ന മനുഷ്യൻ, വലിയ പിശാചിവൻ്റെ ദേഹത്ത് കൂടിയിരിക്കുമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ ലെറ്റർ കൊടുത്ത് വിട്ടത്. അതുകൊണ്ട് തന്നെ വലിയ കൊടിയ പിശാചിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രിപ്പറേഷനിലാണ് ഞാനിരുന്നത്. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉപവാസം. കറുത്തപ്പായ എടുത്തിട്ട്, കാരണം ഈ നമ്മുടെ ഔദ്യോഗിക വേഷം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ പിശാച് പിന്നെ അടുക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഔദ്യോഗിക വേഷങ്ങളും ധരിച്ച് സ്ലീവായൊക്കെ എടുത്ത് കൈ പിടിച്ച് അങ്ങനെ ഞാൻ ഈ ആളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇയാൾ കയറി വന്നു. ഇയാൾ കയറി വന്നപ്പോൾ ഒരു സാധു മനുഷ്യൻ, നല്ല വെളുത്തിയ ഒരു ചെറുപ്പക്കാരൻ. അമ്മ വന്ന് പറയാൻ തുടങ്ങി, ഇവൻ ഇന്നലെ രാത്രിയിലും വിഷയങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം ഭാര്യ എടുത്ത് കിണറ്റിലേക്ക് എറിയാൻ നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ടി പോയോ? ഇല്ല, താഴോട്ട് വീഴുന്നത് കണ്ടപ്പോൾ പിടിച്ച് അകത്ത് കയറ്റി. വീണ ഭാര്യയെ പിടിച്ച് കയറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവന് ഭാര്യയോട് എന്തുണ്ട്? സ്നേഹമുണ്ട്. ഞാനിവനെ ഒന്ന് നോക്കി. ഈ ഔദ്യോഗിക വേഷത്തിലാണല്ലോ നോക്കുന്നത്. നമ്മുടെ ഈ താടിയും ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവനോട് തോന്നിയ അതേ വികാരം തന്നെ അവൻ എന്നോട് തോന്നിയത്. ഈ പുള്ളി ഏതാണ്ട് കൂടിയ സാധനമാണെന്ന് തോന്നുന്നു. ഞാൻ അവനെ നോക്കിയിട്ട് ഒരു നിഷ്കളങ്ക ശിശു നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. ഞാൻ അടുത്തോട്ട് ചെന്നു. എന്നും കള്ളു കുടിക്കുന്ന ആളാണ്. അടുത്തോട്ട് ചെന്നു. എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇങ്ങോട്ട് പിടിച്ചും വലിച്ചു ഇങ്ങ് പോന്നു. എൻ്റെ ബലത്തിൻ്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കള്ളുകുടിയനായതുകൊണ്ട്, വർഷങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് ആരോഗ്യം കുറവാണ്. കൈക്ക് പിടിച്ചിട്ട് ഒരു വലി വലിച്ചപ്പോൾ എൻ്റെ അടുത്തോട്ട് പോകും. വലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, തങ്കച്ച നീ എന്നെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ പോലെ തങ്കച്ചൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ പോലെ തങ്കച്ചൻ വാവിട്ട് കരയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, മിനിറ്റിനുള്ളിൽ തങ്കച്ചൻ മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തങ്കച്ചനോട് രഹസ്യം ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ വൈകിട്ട് വന്ന് പല പ്രകടനങ്ങളും കാണിക്കും. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഈ കട്ടിലൊക്കെ എടുത്ത് എറിയുന്നത്? അന്നേരം പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ അമ്മയെ ഭയങ്കര പേടിയാണ്. ഈ തള്ളയുടെ വായിൽ നിന്ന് കുജുകുജാന്ന് വരുന്ന ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഭാര്യയെ തല്ലാതെ പറ്റിയില്ല. ഭാര്യ ഒരു സാധു സ്ത്രീയാണെന്നും എനിക്കറിയാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറേ പ്രകടനം അങ്ങ് നടത്തിയേക്കാമെങ്കിൽ പിന്നെ ഇവരാരും മിണ്ടാതിരുന്നോളൂ. അതുകൊണ്ട് എൻ്റെ ഉള്ള ഊര് മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ കട്ടിലൊക്കെ എടുത്ത് മറിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വലിയ വമ്പൻ പാർട്ടികളെ ഒറ്റ പിടുത്തം കൊണ്ട് നന്നാക്കാൻ പറ്റി എനിക്ക് ഈ പയ്യൻ്റെ മുമ്പിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവസാനം ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരാരാ? അന്നേരം പറഞ്ഞു, ഇത് ഞങ്ങൾ ദത്തെടുത്ത കൊച്ചാ. പ്രിയമുള്ളവരെ, എല്ലാ വിപരീത വികാരങ്ങളും, ദുഃഖം, ഉത്കണ്ഠ, ആകുലത, നിരാശ, വൈരാഗ്യം ഇതുകൊണ്ട് നിറഞ്ഞ കൊച്ച്. ഈ മാതാപിതാക്കന്മാർ സ്നേഹത്തോടെ അവനെ ഏറ്റെടുത്തതാണ്. പക്ഷെ അവനെ താങ്ങാൻ അവർക്കാവുന്നില്ല. കാരണം എന്താണ്?
ആ ജന്മം ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കിയ ഒരു ജന്മമല്ല, മറിച്ച് എവിടെയോ ദൈവത്തിൻ്റെ പദ്ധതികളെ തകർത്ത് ദൈവത്തെ ഉപേക്ഷിച്ച, ദൈവത്തെ പുറന്തള്ളിയ ഒരു മനുഷ്യൻ്റെ വികലമായ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവനാവുന്നില്ല. നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ദോഷം അവൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. ഓർക്കുക, എവിടെയൊക്കെയോ തമ്പുരാൻ്റെ പദ്ധതികൾ താളം തെറ്റിയതിൻ്റെ എന്തൊക്കെയോ മുറിപ്പാടുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും പ്രസാദിക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രസാദത്തിലിരിക്കുന്ന, മുഖപ്രസന്നതയോടെ ഇരിക്കുന്ന പിതാവിൻ്റെ ആ പ്രസന്നതയിലേക്ക് ഉയരാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ എവിടെയോ ചില താളപ്പിഴകൾ എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം. എനിക്കെവിടെയോ അലൈൻമെൻറ്റ് മാറിക്കിടപ്പുണ്ട്. എവിടെയോ എൻ്റെ അലൈൻമെൻറ്റ് മാറിക്കിടപ്പുണ്ട്. അതിലൊരു സാഹചര്യം നമ്മുടെ ജന്മവും ജീവിതവുമായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കാം, ആ സാഹചര്യമായിരിക്കാം. എന്തായാലും കായൻ്റേതല്ല കുറ്റം, മാതാപിതാക്കന്മാരുടേതാണ്. അവിടെ നിൽക്കട്ടെ. ഇനി മാതാപിതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. എന്തായാലും കായൻ എന്ന മനുഷ്യൻ വളരെ അസ്വസ്ഥനായി, അവൻ്റെ മുഖം വാടി. ഇനി ബാക്കി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ദൈവം വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. കായൻ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ മുഖം എന്തിനാ വാടുന്നത്? എൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല. വളരെ ഫ്രീ ആണ് ഞാൻ. അടുത്ത കാലത്ത് പ്രിയമുള്ളവരെ, ഒരാളിങ്ങോട്ട് വരാൻ പോവുക. വരുന്നതിന് തൊട്ട് മുമ്പ് ആ ഭദ്രാസനത്തിലെ ബിഷപ്പ് ഇങ്ങോട്ട് വിളിച്ചു, ഇന്ന പോലെ ഒരു ഫാമിലി തിരുമേനിയെ കാണാം. ഞാൻ പറയും സന്തോഷം. നമ്മളിവിടെ ഇരയെ കാത്തിരിക്കുന്ന പോലെയാണ് ആൾ വരാൻ നോക്കിയിരിക്കുക കൈകാര്യം. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരുമേനിക്ക് സമയമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് സമയമേ ഉള്ളൂ, പോരാൻ പറയും. കുറച്ചു നേരം കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ വേറൊരു ഫോൺ വന്നു. തിരുമേനിക്ക് എന്നെ പരിചയമുണ്ടോ? ഞാൻ ചോദിച്ചില്ല. ഫോണിൽ കൂടി ഒരാൾ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാകും? ഉടനെ എന്നോട് പറഞ്ഞു, പണ്ട് തിരുമേനി ഞങ്ങളുടെ അവിടെ ഒരു പ്രോഗ്രാമിന് വന്ന് ഓർക്കുന്നുണ്ടോ, ബോംബെയിൽ? ഞാൻ ചോദിച്ചു എന്നായിരുന്നു? 2002 കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത കാര്യം പോലും ഓർക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല. അപ്പോഴാണ് 2002 കാര്യം. അന്നേരം പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പം ഒരു 3-ാമത്തെ നിരയിലെ 2-ാമത്തെ ലൈനിൽ ഞാനിരുന്ന് ശ്രദ്ധിച്ച് കേട്ടത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. 2002 ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 3-ാമത്തെ നിരയിൽ 2-ാമതായിട്ടിരുന്ന ആളെ നമുക്ക് ഓർക്കാൻ പറ്റും. 2 പിള്ളേരുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി. 2 പിള്ളേരായിട്ട് എന്തോരം പേരുണ്ട്, എന്തായാലും പരിചയമുണ്ട്. 2 പിള്ളേരുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നായിരുന്നു വിളിച്ചേ? അല്ല, നാളെ ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൾ വന്നു. ആൾ വന്ന ഉടനെ എന്നോട് ചോദിച്ചു, ഞങ്ങൾ തിരുമേനി വിളിച്ചായിരുന്നു? അല്ല, ഞാൻ കൂടെ ഒരാൾ വരുമോ? ഞാൻ പറഞ്ഞ ഓക്കെ പറഞ്ഞേ. ബോംബെ നിന്ന് ഒരാൾ വിളിച്ചായിരുന്നു? ഞാൻ പറഞ്ഞു വിളിച്ചു. കാര്യമെന്നാന്ന് പറ. അല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം പറയാൻ ഒരു തിരുമേനിയുടെ റെക്കമെൻഡേഷൻ ഇവിടെ ആവശ്യമില്ല, പരിചയമുള്ള ആരുടെയും ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഒരിടത്ത് അവരുടെ സ്വാതന്ത്ര്യക്കേട് പൂർണ്ണമായിട്ടും വെളിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും നമ്മൾ ഇരയെ കാത്തിരിക്കുന്ന പോലെയാണ്. കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനും ആളെ നോക്കിയിരിക്കുക, പരസ്യം കൊടുത്തേച്ച്. നിങ്ങൾക്ക് എപ്പം വേണേലും വരാം, പള്ളി എപ്പോഴും തുറന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞു. അവിടേക്ക് വരാനായിട്ട് എന്ത് ചെയ്യാണ്? റെക്കമെൻഡേഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു. അവർക്ക് വരാൻ പറ്റുന്നില്ല, അവരുടെ സ്വാതന്ത്ര്യക്കേടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ആ കായനോട് ചോദിക്കുക, എടാ നീ വളരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് നിനക്കറിയോ? നിനക്ക് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാര്യം എന്നാന്ന് നിനക്കറിയോ? നിൻ്റെ ബലികളൊന്നും സ്വീകരിക്കപ്പെട്ടില്ല എന്ന് നിനക്ക് തോന്നാൻ കാര്യം എന്നാണെന്നറിയോ? എനിക്കിത് സംഗതി കിട്ടി, കാബേജൊക്കെ ഞാനാണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്വീകരിക്കപ്പെട്ട് ഇതുകൊണ്ട് നിനക്കൊരു റിസൾട്ട് ഇല്ല.
എടാ, നീ തന്ന ബലികൾ കൊണ്ട്, ബലിവസ്തുക്കൾ കൊണ്ട് പലതും ചെയ്തു, പക്ഷേ നിനക്കത് പ്രയോജനപ്പെടുന്നില്ല. നീ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. നീ പള്ളിയിൽ പോകുന്നത് വഴി 1000 ഉള്ള ആൾ 1001 പക്ഷേ പള്ളിക്ക് പ്രയോജനപ്പെട്ടു, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യേ. കർത്താവ് പറയാണ്, നിനക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ ഞാൻ പറയാം എന്ത് ചെയ്യണം. ഉചിതമായി നീ പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകും. വേറൊരു മാർഗവുമില്ല. ഒറ്റ കാര്യം മാത്രമേ ദൈവകരങ്ങളിൽ നീ, നമുക്കറിയാം കൗൺസിലിങ്ങിനൊക്കെ പലരും വരാറുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ഒരു ഫാഷനായിട്ട് തന്നെ മാറിയിരിക്കുക. എന്താ ഈ കൗൺസിലിങ്ങിന് ഒന്ന് പറയുന്നത്? എനിക്ക് മൊത്തം രോഗങ്ങളാണ്, ശാരീരിക വേദനയാണ്, എനിക്കിങ്ങനെ നടുവിന് പ്രയാസമുണ്ട്, എനിക്ക് മുട്ടിന് ചെറിയ തേയ്മാനമുണ്ട്, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, 2 ഏക്കർ സ്ഥലം മേടിച്ച് അതിൻ്റെ കുറച്ച് പൈസ കൊടുക്കാനായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അതുപോലെ ഭാര്യ ഒരു തരത്തിലും എന്നെ അങ്ങോട്ട് ഉൾക്കൊണ്ടോട്ട് പോകുന്നില്ല, അവൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. പള്ളിയിലെ അച്ഛനാണെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പ്രസംഗിക്കാവുന്ന സമയത്ത് പറയുകയില്ല. ഞങ്ങളുടെ ഭാഗത്തൊന്നും ധ്യാനമൊന്നുമില്ല, ധ്യാനകേന്ദ്രമൊക്കെ ആണെങ്കിലും എന്തുമാത്രം അകലെയാണ്. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളാണ് ഈ വ്യക്തി പറയുന്നത്. ഈ ചുറ്റുപാടുകളെക്കുറിച്ച് പഴിച്ചുകൊണ്ടിരുന്നാൽ നീ രക്ഷപ്പെടുകയില്ല, നീ കുറച്ച് മോശമാകത്തേ ഉള്ളൂ. നീ രക്ഷപ്പെടാൻ ഒറ്റ കാര്യം മാത്രമേ നീ ചെയ്യേണ്ടതുള്ളൂ. എന്താണ്? ഉചിതമായി ഇതിനോടെല്ലാം നീ പ്രതികരിക്കുക. അതെങ്ങനെയാണെന്ന് അറിയാൻ മേലാതെ വന്നപ്പോഴാണ് ദൈവം മനുഷ്യനായിട്ട് വന്ന് ഇത് നമുക്ക് കാണിച്ചു തന്നു. നിന്നെ കൊല്ലാനായിട്ട് കുറേ പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ അവരോട് ഉചിതമായി പെരുമാറണം. നിൻ്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ ചതിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നീ അവരോട് ഉചിതമായി പെരുമാറണം. നിൻ്റെ കയ്യിൽ നിന്ന് രോഗശാന്തിയും അത്ഭുതവും മേടിച്ചവർ നിന്നെ ഇട്ടിട്ട് ഓടും, നിൻ്റെ പക്ഷത്ത് നിൽക്കുകയില്ല. അവരോട് നീ എങ്ങനെ പ്രതികരിക്കണം? നിന്നോട് ശത്രുത തോന്നി നിന്നെ മനസ്സിലാക്കാതെ പോയവർ, നിൻ്റെ നന്മ മനസ്സിലാക്കാതെ പോയ ആളുകളെല്ലാം കൂടെ വട്ടം കൂടിയിട്ടുണ്ട്. അവരെല്ലാം ഇല്ലാത്ത ആരോപണം നിനക്കെതിരായിട്ട് നൽകും. നീ എന്ത് ചെയ്യണം? നീ ഉചിതമായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഒരുവൻ വന്നത്. പിതാവ് പറഞ്ഞു, ഇങ്ങനെയാടാ പ്രവർത്തിക്കേണ്ടത്. നിനക്കൊത്തിരി പ്രോബ്ലം ഉണ്ട്, നീ ഇതെല്ലാം പള്ളി വന്നതെന്ന് പറയുന്നുണ്ട്. ആളുകളെല്ലാം, എൻ്റെ ബന്ധുക്കളും സ്നേഹിതരും എല്ലാം എന്നെ ഇപ്പോൾ ഉപേക്ഷിച്ച് അവരെല്ലാം എനിക്കിട്ട് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാം, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ആ പുള്ളി നിങ്ങൾക്ക് ഇത് ഡെമോ ചെയ്ത് കാണിച്ചു തരും. നിനക്കിവിടെ ക്രൈസിസാണ്. ഇവിടെ പ്രസവിക്കാൻ പറ്റത്തില്ല, ഇവിടെ പ്രസവം പറ്റത്തില്ല. കാരണം എന്താണ്? ഒരു പെണ്ണ് യഹൂദ സമൂഹത്തിൽ സത്രത്തിൽ കയറി പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് പിന്നെ ആരും വരത്തില്ല. പ്രസവം എന്നൊക്കെ പറയുന്ന അന്നും ഇന്നും മോശം കാര്യമായിട്ട് നമുക്കറിയാം. യഹൂദ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ചില പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സത്യത്തിൽ അതും പിന്നെ ഇച്ചിരി പോസിറ്റീവ് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീയോട് നമ്മൾ പറയാറുണ്ട് 40 ദിവസം കഴിഞ്ഞേ പള്ളിയിലോട്ട് പോരാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കന്യാമാതാവ് ഈ കൊച്ചിനെയായിട്ട് പ്രസവിക്കാൻ ചെന്നപ്പം പ്രസവിക്കാൻ ഇടവില്ല. അവസാനം അവൾ തിരഞ്ഞെടുത്ത സ്ഥലമേതാ? കാലിത്തൊഴുത്ത്. ജീവിതകാലം മുഴുവനും യൗസേപ്പ് പിതാവിനെ തെറി പറയാനുള്ള അത്യാവശ്യ കാര്യങ്ങളായിട്ടുണ്ട്. നിങ്ങളെന്നെ ഭർത്താവെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിട്ട് എന്നാ കാര്യം? പ്രസവിക്കാനായിട്ട് നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടാക്കി തരാൻ പറ്റിയോ? സ്ത്രീകളുടെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ഹൃദയത്തിലൊരു ഫയലുണ്ട്, ഒരു കാലത്തും ഡിലീറ്റ് ചെയ്യാൻ മേലാത്ത രീതിയിലാണ് കിടക്കുന്നത്. എന്നും ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. പുരുഷന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണ്? മനസ്സിൽ തോന്നുന്നത് വിളിച്ച് പറയും, പിന്നെ മറന്നുപോകും. അത് മുഴുവൻ അന്വേഷിക്കണമെങ്കിൽ എവിടെ ചോദിച്ചാൽ മതി? നിങ്ങളുടെ ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. നമ്മൾ വായി വരുന്നതൊക്കെ വിളിച്ചു പറയും. ആ സമയത്ത് നമ്മൾ എന്തും അതിന് ഉപകരണമാക്കിയതിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതെല്ലാം പെട്ടെന്ന് പോകും. പക്ഷേ നിങ്ങളുടെ ഭാര്യയെ വിളിച്ചേച്ച് അത് ചോദിച്ചാൽ മതി. എടി, ആ പഴയ ചരിത്രം ഒന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളൊരു കുത്തും കോമായും സഹിതം സാധനം ഇങ്ങോട്ട് പുറത്തോട്ട് വരും, കറക്റ്റായിട്ട് വരും.
രാത്രിയിൽ ഉറങ്ങിയപ്പോൾ നിങ്ങൾ അന്ന് കൂർക്കം വലിച്ചപ്പോൾ ഒച്ച കൂടുതലായിരുന്നു, ഏതാ എന്നെ തെറി പറഞ്ഞു വെച്ചാൽ അതുവരെ റെക്കോർഡ് ചെയ്ത് വെച്ചപ്പെട്ടൊരു മനസ്സാണ് സ്ത്രീകളുടെ മനസ്സ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇതുപോലാണ് ഈ മനുഷ്യൻ്റെ മനസ്സൊക്കെ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, മാതാവ് കൊച്ചിനെ പ്രസവിക്കാനായിട്ട് പോയി. ഒട്ടും സന്തോഷകരമായ ഒരു സാഹചര്യമല്ല ആ കുഞ്ഞിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. പക്ഷേ അമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇതെനിക്ക് ദൈവം നൽകിയ അനുഭവമാണ് എന്ന് ആ മനസ്സുകൊണ്ട് പറയാൻ പറ്റിയതുകൊണ്ടാണ് ഉണ്ണിയേശുവിൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് വികാരം കയറാതെ പോയത്. വളരെ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായി ജനിച്ച ഒരു വ്യക്തി, ഏറ്റവും സമ്പന്നനാണെന്ന് പറഞ്ഞു, ലോകം മുഴുവനും ഇവൻ്റെ സ്വന്തമാണ്. കാരണം ഇവൻ്റെ അപ്പനാരാ? ലോകം മുഴുവൻ സൃഷ്ടിച്ച പിതാവായ ദൈവം. നമ്മുടെ അപ്പനാരാ? ഒരു ക്രൈസ്തവ ജീവിതം ഒരു വ്യക്തിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പിതാവിനെ കയറി പിതാവ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളോട് ചോദിക്കണം, നമ്മുടെ അപ്പനാരാന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം? ദൈവം എന്ന് ഉത്തരം പറയണം. ഇങ്ങനെ യേശുക്രിസ്തു ഉത്തരം പറഞ്ഞതിനാണ് യഹൂദന്മാർ അവനെ പിടിച്ച് ക്രൂശിൽ തറഞ്ഞു. നീ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കൂ, നിനക്കിട്ട് ഞങ്ങൾ പണി തരാം എന്ന് വിചാരിച്ച് അവനെ കൊണ്ട് ക്രൂശിൽ തറച്ച്. അത് മനസ്സിലാക്കാതെ പോയൊരു സംഭവം. ആ കാര്യം ക്രിസ്ത്യാനിയായിട്ട് ഇത്രയും കാലമായിട്ട് നമുക്കും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടാണ് നമ്മുടെ അപ്പനാരാന്ന്. ഈ മാമോദീസ തൊട്ടി കൊണ്ട കൊച്ചിനെ നമ്മളെ കൊണ്ട് തള്ളി, നമ്മൾ മറ്റേ കൊച്ചിനെ നമ്മുടെ കൊച്ചിനെ കൊണ്ട് തള്ളി. എന്തിന് തള്ളി എന്ന സംഭവം ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പിടികിട്ടിയോ? നമുക്ക് അകത്ത് കയറേണ്ട ചൈതന്യം കയറിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. കാലിത്തൊഴുത്തിലാണ് അവൻ ജനിച്ചിരിക്കുന്നത്. ഒരു ജീവിത സാഹചര്യം അവൻ അനുകൂലമല്ല. അവിടെ കിടക്കുമ്പോൾ ഈ അമ്മയ്ക്കറിയാം ഈ കൊച്ചിൻ്റെ അപ്പനാരാന്ന്. നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊക്കെ അറിയാൻ മേലാതെ പോയൊരു കാര്യം ഇതാണ്. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയോട് ചോദിച്ചാൽ അറിയാം ഈ കൊച്ചിൻ്റെ അപ്പനാരാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയത്തില്ലേ? ഒരു സ്ത്രീ കൂടി ചോദിച്ചാൽ അറിയാം. കന്യാമറിയാമിന് ഒരു ബോധമുണ്ടായിരുന്നു. എന്താണ്? എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അപ്പനാരാണ്. കണ്ടോ? അതാണ് കന്യാമറിയാമിൻ്റെ പ്രത്യേകത. ഒരിക്കൽ അവൻ പെരുന്നാളിന് പോയി. പെരുന്നാളിന് പോയപ്പോൾ പ്രിയമുള്ളവർ, അവനെ തിരിച്ചു വരാതെ വന്ന് കഴിഞ്ഞപ്പോൾ അവനെ കാണാതെ പോയി, മിസ്സിങ് ആയി. മാതാപിതാക്കന്മാർ 3 ദിവസം അന്വേഷിച്ചിട്ട് കൊച്ചിനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഉടനെ അമ്മ ചോദിച്ചു, മോനെ നീ ഞങ്ങളോടെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വ്യാപരിക്കേണ്ടവനല്ലേ. ആ കൊച്ചങ്ങനെ പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ. അവരൊരക്ഷരം തിരിച്ചു പറഞ്ഞില്ല. പക്ഷേ യേശു ആ മാതാപിതാക്കന്മാരുടെ കൂടെ പോയി അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി കാര്യം, നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ പ്രശ്നം അതാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് ചൂണ്ടും? അപ്പുറത്തിരിക്കുന്ന തവനെ ചൂണ്ടും. അത് മാറണം. നിങ്ങളുടെ ഈ കുഞ്ഞിന് ഒരു ശരീരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് 2 പേരെ കൊണ്ടും സാധിച്ചു. ഈ കൊച്ചിന് ജീവനില്ലാതെ പോയാൽ, ഈ ആത്മാവ് ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് നൽകിയവൻ തിരിച്ചെടുത്താൽ, അതിൻ്റെ ഉടയവൻ തിരിച്ചെടുത്താൽ, പിതാവ് തിരിച്ചെടുത്താൽ, പിന്നെ ഈ കൊച്ചിൻ്റെ ശവം മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിൻ്റെ ശവം നിങ്ങൾക്ക് തന്നാൽ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കും? എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാണിക്കും, കൊണ്ടോക്കെ ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ ഉദരത്തിൽ ഏറ്റുവാങ്ങിയ സമയത്ത് അവൾക്കറിയാമായിരുന്നു അവൻ്റെ പിതാവായ ദൈവമാണ്. ആ ബോധ്യമുള്ളത് കൊണ്ട് കൊച്ചു 30ാമത്തെ വയസ്സിൽ ആശാരിപ്പണി ചെയ്തൊക്കെ 30 വയസ്സ് വരെ ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോവും, അമ്മയും കൂടെ പോരുന്നേ പോരാൻ പറഞ്ഞു. എടാ മോനെ, നമുക്കൊരു വീടില്ല. അവൻ്റെ അപ്പന് പ്രായമായി, യൗസേപ്പ്, അങ്ങേർക്ക് വളരെ പ്രയാസമായി. അതുകൊണ്ട് നമുക്കൊരു വീടുണ്ടായി 10 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ട് നീ പോവും എന്ന് പറഞ്ഞില്ല. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, സ്വന്തം അപ്പനെ തിരിച്ചറിഞ്ഞ
യേശു. ഞാൻ തിരിച്ചറിയണം എൻ്റെ അപ്പൻ ആരാണ്. ഈ ധ്യാനത്തിലൂടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, എൻ്റെ അപ്പൻ ആരാണ്. ഇനി പ്രിയമുള്ളവരെ, ആ കുഞ്ഞുണ്ടായി, എല്ലാ സാഹചര്യവും പ്രതികൂലം. വളരെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചിനെ 2 വയസ്സ് താഴെയുള്ള മുഴുവൻ കൊച്ചുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവിന് വേണമെങ്കിൽ ആ കൊച്ചിനെ അവിടെ ഇട്ടിട്ട്, പിതാവായ ദൈവത്തിൻ്റെ കൊച്ചല്ല, പിതാവ് ദൈവം മാലാഖമാരെ വിട്ട് സംരക്ഷിക്കട്ടെ എന്ന് നോക്കിയില്ല. ആ കൊച്ചിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി, അതിനെ സംരക്ഷിച്ചു. അപ്പോഴും ദൈവത്തെ പഴിച്ചില്ല. ദൈവം തന്നു, ഇങ്ങേർക്ക് സംരക്ഷിക്കാൻ മേലെ കൊച്ചിനെ. ഇങ്ങനെ 2 മാലാഖമാരെ എന്താ അയക്കാത്തത്? പിതാവായ ദൈവത്തോട് ചോദിച്ചില്ല. ഇത് ഞാൻ അനുഭവിക്കണമെന്നത് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടോ, ആ പ്രതികൂലതകൾ അവൾ അനുഭവിച്ചു സന്തോഷത്തോടെ. ആ കൊച്ചു വളർന്നു. ആശാരി പണി ചെയ്താണ് യൗസേപ്പ് പിതാവ് ആ കൊച്ചിനെ വളർത്തിയത്. ചെറുപ്പത്തിൽ യേശു ഒരു ആശാരിച്ചക്കനായിരുന്നു. മാതാവിന് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പറയാവുന്ന ഒരു സബ്ജക്റ്റാണ്, എനിക്കറിയാം കൊച്ചിൻ്റെ അപ്പൻ ആരാണെന്ന്. യൗസേപ്പ് പിതാവല്ലെന്ന് പുള്ളിക്കാരനും അറിയാം. എന്നിട്ടും അങ്ങേര് സ്വന്തമല്ലാത്ത കൊച്ചിന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ, നീ മേളിൽ ഈ ഭൂമണ്ഡലം മുഴുവൻ സൃഷ്ടിച്ചു, കുറേ ഫറവോൻ്റെ കയ്യിൽ, കുറേ ഹെരോദാവിൻ്റെ കയ്യിൽ, രാജകൊട്ടാരവൻ്റെ കയ്യിൽ, പിശാചി പിടിച്ചവന്മാരുടെ കയ്യിലെല്ലാം സാധനമുണ്ട്. എൻ്റെ കൊച്ചിന് മാത്രം 10 സെൻറ്റ് സ്ഥലം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കാറില്ല ഭർത്താക്കന്മാരോട്, എനിക്ക് നിങ്ങളെന്നാ മാറ്റി വച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, പിതാവായ ദൈവം കന്യകമറിയാമിന് ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ ഉത്തരവോ ഈ കൊച്ചനുഭവിക്കുന്ന പീഡകളുടെ ഉത്തരവോ ഒന്നും മാതാവിന് കൊടുത്തിട്ടില്ല. പക്ഷേ അവൾ തിരിച്ചറിഞ്ഞു. കാരണം എന്താ? തൻ്റെ കൊച്ചിൻ്റെ അപ്പനാരാണെന്ന്, തൻ്റെ പിതാവ് ആരാണെന്ന് അവൾക്കറിയാൻ പറ്റി. നമ്മുടെ ജീവിതത്തിൽ മൊത്തം പ്രശ്നമാണ്. 1 കൗൺസിലിംഗ് കഴിഞ്ഞു, 2 കൗൺസിലിംഗ് കഴിഞ്ഞു, 3 കൗൺസിലിംഗ് കഴിഞ്ഞു. കേരളത്തിലെ ഏകദേശം 90 ധ്യാന കേന്ദ്രം കവർ ചെയ്ത് കഴിഞ്ഞു. പ്രശ്നത്തിന് വല്ല ഉത്തരം കിട്ടിയോ? ഒന്നുമില്ല, കിട്ടുകയില്ല. ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ഇതാ യേശു ക്രിസ്തു ഈ ഭൂമി ജനിച്ചു, ജീവിച്ചു, വളർന്നു. നമ്മളെപ്പോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ. പലരും അവനെ മനസ്സിലാക്കിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്താണ്? നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ ചുറ്റുപാടുകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ 100,000 വ്യക്തികളുടെ മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന ഏറ്റുവാങ്ങുന്ന നിങ്ങൾ ഓർക്കുക, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന യേശു ഉണ്ടല്ലോ, നിങ്ങൾ കണ്ണാടിക്കൂട്ടിലുള്ള യേശുവിനെയാണ് ആരാധിക്കുന്നത്. നമ്മുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന യേശു ഉണ്ടല്ലോ. ഇതിൻ്റെ പിന്നിലൊരു വേദനയുണ്ട്. ഈ വേദന, ഈ ഭൂമിയിൽ വന്ന കാലം മുതൽ ഞാൻ എന്തിനു വന്നു, ഞാൻ ഇവർക്കാരാണ്, ഇതൊന്നും മനസ്സിലാക്കപ്പെടാതെ പോയതിൻ്റെ വേദന ഏറ്റുവാങ്ങുന്ന പുത്രനായ യേശു. അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിരിക്കണം. പിതാവിൻ്റെ യഥാർത്ഥ മകനാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേദന ഉണ്ടായിരിക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിതാവിൻ്റെ മകനാണെങ്കിൽ നിനക്കും ഈ ഭൂമിയിൽ ഇതാ നീ ഒരു അന്യനെ പോലെ ആയിരിക്കും. ആരും നിന്നെ മനസ്സിലാക്കുകയില്ല എന്ന് വിചാരിച്ച് നീ എന്തല്ല, നീ ഒരു കുഴപ്പക്കാരനല്ല. ഈ ലോകത്തിലെ ഒരു യഥാർത്ഥ മനുഷ്യൻ വന്നാൽ, നീ ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ നിന്നെ ആരും മനസ്സിലാക്കത്തില്ല ഒരു കാലത്ത്. അതുകൊണ്ട് എന്നെ എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു കാലത്തും നിങ്ങളുടെ മരണം വരെ നിങ്ങളെ മനസ്സിലാക്കി സ്നേഹിക്കാൻ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടാവില്ല, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടാവില്ല, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്പനെ മനസ്സിലാക്കി, ദൈവമേ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പനല്ലേ, അപ്പൻ്റെ കൈ ഇങ്ങോട്ടെടുത്ത് വെക്കും. ഒന്നുമില്ല. നിങ്ങളിവിടെ ചുരുണ്ടുകൂടി കിടക്കും. മക്കളുടെ പണി നോക്കും. പറയും പിള്ളേരെ കോളേജ് വിടേണ്ടതാണ്, അവർക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് ഒരാളെ. ആരെയാ? ഒരായയെ. അതുകൊണ്ട് നിങ്ങൾ ഇനി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കാരണം അവരാണ് നിങ്ങളെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നോക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല പ്രിയമുള്ളവരെ. നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ നോക്കുമെന്ന് എങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ തീർന്ന് കരയേണ്ടി വരും. ഒരിക്കലും അവരെ കൊണ്ടാവില്ല. നിങ്ങളുടെ മക്കൾ എത്ര നല്ലവരായാലും. എൻ്റെ അമ്മ എന്നെ പെറ്റി വളർത്തിയ കാലം ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. എത്രയോ പേരെ ധ്യാനിപ്പിച്ച് വിടുന്നു. എൻ്റെ അമ്മ ഇപ്പോൾ ആഗ്രഹിക്കുക, എൻ്റെ മോന് എനിക്ക് ശ്വാസം മുട്ടലായിട്ടിരിക്കുക കുറേ നേരം എൻ്റെ അടുക്ക വന്നിരുന്ന് ഇച്ചിരി ബൈബിൾ വചനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മ വിചാരിച്ചുകൊണ്ടിരിക്കാവുന്നല്ലാതെ പ്രിയമുള്ളവരോട് നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്നെ ഓർത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് കരയാനല്ലാതെ വേറെ ഒന്നും സാധിക്കില്ല. കരഞ്ഞ് ശവപ്പെട്ടി പോകത്തേ ഉള്ളൂ, സാധിക്കുകയില്ലത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയണം. നിങ്ങൾക്ക് മക്കളായി, പിള്ളേരായി, ബാധ്യതകളായി, മക്കളുടെ മക്കളായി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെയും അമ്മ എങ്ങനെ നോക്കാൻ പറ്റുമെന്നോ? പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, ഇങ്ങനത്തെ വല്ല സ്വപ്നങ്ങളും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സ്വപ്നം എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാലും മനസ്സിലാക്കപ്പെടാതെ പോവുക. ഇനി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ട പുത്രൻ, പിതാവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എടാ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ആത്മാവ് പകുത്തു നൽകിയ മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം. അതുകൊണ്ട് നിന്നെ കണ്ട അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നിന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. പുത്രൻ ഭൂമി വന്നിട്ട് യഹൂദ സമൂഹത്തിൽ തന്നെ ദൈവത്തെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു സമൂഹം. അറിയാം പലർക്കും, പക്ഷേ ഇവർക്ക് കുറച്ചുകൂടി അടുത്തറിയാം. അതുകൊണ്ട് അവരുടെ അടുക്ക വന്നപ്പോൾ പ്രിയമുള്ളവർ, അവരിൽ ഓരോരുത്തർ ചോദിച്ചു, ഇവൻ എന്നെ വല്ല വട്ടുവല്ലോ ആണോ? യേശുവിനെ അടുത്തറിയാവുന്നവർ മർക്കോസ് 3:21 എന്താ പറയുന്നത്? അവന് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് ബന്ധുക്കൾ വന്നവനെ പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിച്ചു. മർക്കോസ് 3:21. കന്യകമറിയാം ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ യൗസേപ്പ് പിതാവിന് ടെൻഷനായി. യൗസേപ്പ് പിതാവ് പറഞ്ഞു, ദൈവം ഈ കന്യകയെ താമസിയാതെ ആളുകൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയും രക്ഷിക്കണം. എൻ്റെ കൊച്ചല്ല താനും അകത്ത് വയറ്റി കിടക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് നീതിമാനായതുകൊണ്ട് യൗസേപ്പ് പിതാവ് ചെയ്ത പരിപാടി എന്താ? യൗസേപ്പ് പിതാവ് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു രാത്രി. എന്തിനാണെന്നറിയോ? യൗസേപ്പ് പിതാവ് ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഈ പെങ്കൊച്ചിനെ കുറിച്ച് പറയും, എന്നാലും ആ യൗസേപ്പ് ഇത്ര ദുഷ്ടൻ, അവൻ പണി പറ്റിച്ചേച്ച് സ്ഥലം വിട്ടു എന്ന് വിചാരിച്ച് എന്ന് ഈ കന്യകമറിയാമിൻ്റെ സഹതാപം കിട്ടും. അതിനുവേണ്ടിയാണ് കന്യകമറിയാമിൻ്റെ അടുക്കൽ നിന്ന് യൗസേപ്പ് ഓടിപ്പോകാൻ പറ്റും. ഉടനെ മാലാഖ വന്ന് പറഞ്ഞു, പോകരുത്, നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞാൽ കന്യക തെറി കേട്ട് എന്ത് ചെയ്തോട്ടെ, നാട് നീളെ ആട്ടുകാർ നിന്നെയും ചീത്ത പറയും, കന്യകമറിയാമിനും ചിരി. ഇത് നീ കേൾക്കണം, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാത്തു നിങ്ങളെ തെറി പറയുന്നത് ആരുടെ ഹിതവാ? ദൈവത്തിൻ്റെ ഹിതം. അയലോക്കംകാരൻ നിങ്ങളെ ചീത്ത പറയുന്ന ആരുടെ ഹിതവാ? ദൈവത്തിൻ്റെ ഹിതവാ. അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് സമാധാനമില്ല. സമാധാനമില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. അതുകൊണ്ട് നമുക്കവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ ഉൾക്കൊള്ളാത്തിടത്തോളം കാലം നിങ്ങളെ ദൈവം ഉൾക്കൊള്ളുകയില്ല. അപ്പോൾ നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ യഥാർത്ഥ മകനാണെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രതികൂലതകളെയും സന്തോഷത്തോടെ സഹിക്കാൻ സാധിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ദൈവം ഉൾക്കൊള്ളും. കാരണം ദൈവത്തിൻ്റെ അലൈൻമെൻറ്റിലേക്ക് നമ്മുടെ മനസ്സൂടെ വരും. അത് വരാത്തിടത്തോളം കാലം നമ്മളെ ദൈവം സ്വീകരിച്ചതായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുകയില്ല. അപ്പോൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ.